നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഏകദേശം ഒരു 10ഓളം യൂസ് കേസുകളാണ് ഈ ChatGPT-യുടെ യൂസ് കേസുകളാണ് പറഞ്ഞത്. അതില് നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഇന്ന് നമുക്ക് ഉദാഹരണ സഹിതം നോക്കാം. നിങ്ങൾ ആരെങ്കിലും അത് ചെയ്തു നോക്കിയിരുന്നോ? ChatGPT-യിൽ പോയി ചെയ്തു നോക്കിയിരുന്നോ ആരെങ്കിലും? ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നമുക്ക് ഇന്നലെ പറഞ്ഞ യൂസ് കേസിൽ ചിലത് ഒന്ന് നമുക്ക് എക്സാമ്പിൾ സഹിതം നോക്കാം. Okay, BVA, carry on. Okay, thank you. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഒരു ക്രോം എക്സ്റ്റൻഷൻ എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് എങ്ങനെ വരുന്നതാണ് കേട്ടോ. ക്രോമിന്റെ ഒരു എക്സ്റ്റൻഷൻ അതെന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് എന്തായാലും തുടങ്ങാം.
നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ആർട്ടിക്കിൾ എഴുതുക എങ്ങനെയാണെന്ന് അല്ലേ? ആർട്ടിക്കിൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. Write an article about global warming. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ അന്തരീക്ഷം, നമ്മുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന്. അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT തരുന്നത് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ChatGPT തരുന്നുണ്ട്. ലേഖനം ചോദിക്കുമ്പോൾ ഗ്ലോബൽ വാർമിംഗിനെ കുറിച്ച് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ തരുന്നുണ്ട്. കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? വേറെ ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ write an article about മഹാത്മാഗാന്ധി. നമുക്ക് എന്തുവേണം ചോദിക്കാം. ഇതും ഗൂഗിളുമായിട്ട് വ്യത്യാസമാണ്. ഗൂഗിൾ ഗാന്ധിജിയെ കുറിച്ച് ചോദിച്ചാൽ ഒരു ലക്ഷക്കണക്കിന് ഫയൽസ് ആണ് വരിക. ഇതിൽ വരുന്നതെന്ന് പറയുന്നത് പിന്നെ ആ ഒരു ഒറ്റ ടോപ്പിക്കിനെ കുറിച്ച് മാത്രമേ കാര്യങ്ങളോ വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇങ്ങനെയാണ് നമുക്ക് ആർട്ടിക്കിൾ എഴുതുക. ഇപ്പൊ നമ്മൾ സ്കൂളിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതേപോലെ കൊടുക്കുക. കുട്ടികളോട് പറയുന്നത് റൈറ്റ് ആൻഡ് ആർട്ടിക്കിൾ regarding Indian independence. തെറ്റിയാലും കുഴപ്പമില്ല, അത് ChatGPTക്ക് വിഷയമില്ല. Okay, Joy sir, thank you. കാണുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഇതുവരെ ഉപയോഗിക്കാത്തവരോ ഒന്ന് മറുപടി പറയണം കേട്ടോ. ആരും അനങ്ങുന്നില്ല. അപ്പൊ ഒരു കേസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ റൈറ്റിംഗ് ആണ്. നമുക്ക് ഏത് വിഷയത്തെ കുറിച്ചും ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യാൻ നമുക്ക് ChatGPT ഉപയോഗിക്കാം. ഇനി ഇതേ ആർട്ടിക്കിൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് കോപ്പി ചെയ്യാം. Summarize the following
ഇങ്ങനെ പറഞ്ഞിട്ട് ഈ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ സമ്മറി കിട്ടും. ഇതിപ്പോ ആ ഒരു എന്താ പറയാ പിന്നെ വെബ്സൈറ്റിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ചുരുക്കെഴുത്ത് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ പ്രിസൈസ് ചെയ്ത് നമുക്കത് പറയാം. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചിരിക്കും. ഈ സംഭവത്തിനാണ് എന്ത് പറയുന്നത്, പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ആൻ ആർട്ടിക്കിൾ റിഗാർഡിങ് ഇന്ത്യൻ എംബസി ഞാൻ കൊടുത്തു, അതിനെ പറയുന്ന പേരാണ് പ്രോംപ്റ്റ്. ആ പ്രോംപ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറും കറക്റ്റായിട്ട് വരും. ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പൊ അത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമാക്കി നമ്മൾ പഠിക്കാനുണ്ട്. അത് അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇന്നലെ നമ്മൾ പറഞ്ഞതില് റോൾ പ്ലേ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ അതുപോലെ തന്നെ കൊടുക്കാം. റോൾ പ്ലേ നമുക്ക് നിശ്ചയിക്കാം. നമ്മള് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് വേണം. അപ്പൊ നമുക്കിതിങ്ങനെ കൊടുക്കാം. ആക്ട് ആസ് എന്താ പറയാ, സ്ക്രിപ്റ്റ് റൈറ്റർ make a short screenplay. Guarding നമ്മൾ പറഞ്ഞ ആർട്ടിക്കിളിന്റെ തന്നെ എടുക്കാം. പിന്നെ എന്താ പറയാ, ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് കേൾക്കാത്തവരുണ്ടോ? ഗ്ലോബൽ വാർമിംഗ് എന്ന് കേൾക്കാത്തവരുണ്ടോ? വേറെ ഏതെങ്കിലും പറയണമെങ്കിൽ പറയാം. ആരും അനങ്ങുന്നില്ലല്ലോ. ആഗോളതാപനം എപ്പോഴും കേൾക്കുന്ന വേടല്ലേ? അതെ അതെ അതെ, ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ആഗോളതാപനത്തിന്റെ കേസാണ്. അപ്പോ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കാം. അത് കണ്ടല്ലോ, നമ്മൾ സീൻ ബൈ സീൻ ആയിട്ട് നമുക്ക് കിട്ടും. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയും. നമുക്ക് മലയാളം പോലെയുള്ള പ്രാദേശിക ഭാഷകൾ അത്ര പോരാ. അല്ലാതെയുള്ള ഭാഷകളിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇത് വളരെ എളുപ്പം കഴിയും. മലയാളം അത്ര പോലെ ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് പിന്നെ സാർ അത് കോപ്പി ചെയ്യാതെ തന്നെ ചെയ്തോട്ടെ, ട്രാൻസ്ലേറ്റ് ഇൻ മലയാളം വെറുതെ അടിച്ചു കൊടുത്താൽ തന്നെ വരില്ലേ? അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. യെസ് യെസ്,
അത് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. ട്രാൻസ്ലേറ്റ് above article to Tamil. ChatGPT എങ്ങനെയാണ് നമ്മൾ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്നതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ തൊട്ട് മുകളിലത്തേനെ അത് അഫക്ട് ചെയ്യുന്ന രീതിയിൽ അത് കൺവേർട്ട് ചെയ്യും. കിട്ടിയല്ലോ അല്ലേ? ഇപ്പൊ റോൾ പ്ലേ പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ ഇത് എന്താ പറയാ ട്രാൻസ്ലേഷൻ നമുക്ക് വേറെ ഏതെങ്കിലും ഭാഷ ഫ്രഞ്ചിലേക്കോ ജർമ്മനിയിലേക്കോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമുക്ക് ആക്യുറസി ഏകദേശം ഒരു 90% ഉണ്ടാവും. പിന്നെ നമ്മൾ കോഡിങ്ങിന്റെ കാര്യം പറഞ്ഞു അല്ലെ? കോഡിങ്ങിന്റെ ഇപ്പൊ എനിക്കത് കാണിക്കാൻ നമ്മള് പിന്നെ എന്താ പറയാ കോഡിങ് ഞാൻ പഠിക്കാത്തൊരു സംഭവം ആയതുകൊണ്ട് എനിക്കത് എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റില്ല. അതേപോലെ കോഡ് റീപ്ലേറ്റ് ചെയ്ത് എഴുതുക, അതായത് മറ്റൊരു കോഡിലേക്ക് മാറ്റുക എന്നുള്ളതും നമുക്ക് ChatGPT കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. കീവേഡ് പറഞ്ഞു തന്നാ സാർ ടൈപ്പ് ചെയ്തോളൂ. അറിയോ? കോഡിങ് അറിയോ? അറിയാം, ഞാൻ കോഡിങ് ചെയ്യുന്നതല്ലേ. സാർ ജസ്റ്റ് ജനറേറ്റ് എ കോഡ് ഇൻ ഓക്കെ. ജനറേറ്റ് എ കോഡ് ഇൻ ആ PHP ഓക്കെ. to calculate PHP to calculate അല്ലേ? to calculate gross salary. ഏതാ മാം? ഗ്രോസ് സാലറി അല്ലെങ്കിൽ സമ്മന്ന് എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കോഡ് വരും. ഗ്രോസ് സാലറി. സാലറി മാം ഏത് കഴിക്കുന്നതാണ്? ഞാൻ MC ആണല്ലോ, അപ്പൊ ഞാൻ കുട്ടികളെ കോഡിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ ആൻസർ കണ്ടെന്ന് തോന്നുന്നു. സ്ക്രീൻഷോട്ട് ബ്ലാക്ക് തന്നെ. ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് കോഡിങ്. ഇനി ഈ കോഡിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇപ്പൊ PHP-യുടെ അല്ലേ, പകരം നമുക്ക് ഇതിപ്പോ PHP ആണ്. വേറെ ലാംഗ്വേജസും നമുക്ക് നോക്കാൻ പറ്റും. ജനറേറ്റ് ചെയ്യാം. മറ്റൊരുലേക്ക് വേറെ ഏതെങ്കിലും മാറ്റാൻ പറഞ്ഞ ഏത് പറയണ്ടേ? ആ PHP എന്നുള്ള കീവേഡ് മാറ്റിയിട്ട് പൈത്തണിനാക്കിയാ പൈത്തണിലെ കോഡ് വരും. കോഡ് വരും. ഞാനിതുവരെ ചെയ്തു നോക്കാത്തൊരു സംഭവമാണ്. അപ്പൊ അത് എനിക്കും പഠിക്കാൻ പറ്റും. താങ്ക് യു മാം. മറ്റുള്ളവർക്ക് അത് ക്യാച്ച് ചെയ്തെന്ന് വിചാരിക്കുന്നു അല്ലേ? നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പിന്നെ വീട്ടില് ഫോണിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ വഴി കയറി ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രാക്ടീസ് ആവും. നമ്മുടെ
നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. ഓരോരുത്തരുടെ കർമ്മ മേഖലയ്ക്ക് അനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാം. ഇനി 1-2 യൂസ് കേസുകൾ പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയും. വെബ്സൈറ്റിൽ മാത്രമല്ല കണ്ടന്റ് ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ നേരത്തെ ഞാൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ വളരെ സാധ്യതയുള്ളൊരു തൊഴിൽ മേഖലയാണ് കണ്ടന്റ് റൈറ്റിംഗ്. ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റിന്റെ കണ്ടന്റ് ആവാം, അതല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ബ്ലോഗിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആവാം. ബ്ലോഗ് റൈറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ടുള്ളതാവാം. അതല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടന്റ് റൈറ്റ് ചെയ്യാം. Write a content for my website. Name this by നമ്മൾ കൊടുക്കുന്നതായിരിക്കാം. സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട, കമ്പ്യൂട്ടർ ChatGPTക്ക് സ്പെല്ലിംഗ് ഒന്നും വിഷയമല്ല, അത് ക്ലിയർ ചെയ്യും. ഞങ്ങളുടെ സ്വന്തം സ്ഥാപനമാണ് വിസ്മയ മാർക്കറ്റിംഗ്. അതിന് വേണ്ടിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് വെറുതെ കൊടുത്തതാണ്. എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ChatGPT തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സർവീസ് എന്തൊക്കെയാണ്: ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് ആൻഡ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെന്റ്. അപ്പോൾ ഞങ്ങൾക്കൊരു മെയിൽ ഐഡിയും ഒരു ഫോൺ നമ്പറും ഒക്കെ ChatGPT തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റാം. ഇത്ര സിമ്പിൾ ആയിട്ടാണ്. നോക്കൂ, അതുപോലെ തന്നെ ബ്ലോഗ്, ആക്ട് ആസ് an expert in org writing. The subject of എന്താ കൊടുക്കാം, സബ്ജക്ട് എന്ത് കൊടുക്കാം? ഒരു ബ്ലോഗിന്റെ ഒരു സബ്ജക്ട് പറഞ്ഞേ. യോഗ. യോഗ. ഓക്കെ ഓക്കെ. യോഗ. നമ്മൾ ബ്ലോഗിങ്ങിന്റെ സൈറ്റിൽ കൊണ്ടുപോയി നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ആക്കി എഡിറ്റ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം. എത്ര സെക്കൻഡ്, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യം കഴിയും. പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ ഏത് മേഖലയായാലും നമുക്ക് അതിന്റെ പ്രൊഡക്ടിവിറ്റി. നമ്മൾ പിന്നെ ഇ-കൊമേഴ്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഐശ്വര്യ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ മേഖലയാണ്. അപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാം.
നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ. ഏതെങ്കിലും ഒരു ഡിസൈൻ്റെ പാറ്റേൺ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുത്താൽ മതി. ഒരു പാറ്റേണിന്റെ പേര് പറയുമോ ഐശ്വര്യ? ഐശ്വര്യ Ankraka pattern. ഏതാണ് Ankraka pattern. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞ്? സ്പെല്ലിംഗ് എന്ന് പറയൂ. ഐശ്വര്യ ഒന്ന് മെസ്സേജ് ഇട്ടേ. ഐശ്വര്യ കേൾക്കുന്നുണ്ടോ? വായിൽ കിട്ടുന്നില്ല. അല്ലേ? അൻഗ്രക്ക. എന്തോ ചുരിദാറാണോ അത്? ചുരിദാറിന്റെ പാറ്റേണാ? അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നു. ഹാൻഡ് മെയ്ഡ്, അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് വന്നിട്ടുണ്ട്. രാജസ്ഥാനി എന്നുള്ളതാണെന്നൊക്കെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ അല്ലേ? എല്ലാരും കാണുന്നുണ്ടല്ലോ, വേറെ ആരും അനങ്ങുന്നില്ല. കാണുന്നുണ്ട്. 23 പേരോളം ഉണ്ട്, വേറെ ആരും അനങ്ങുന്നില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടേതായിട്ടുള്ള കർമ്മ മേഖലയിൽ എന്തൊക്കെയാണെന്ന്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ ഉള്ളത് വാട്സപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു. ഇനി നമുക്ക് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇമെയിൽ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. നമ്മുടെ ബോസിന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ സ്ഥാപനത്തിന്റെ ഓണർക്ക് ലീവിന്റെ സാങ്ഷന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ നമുക്ക് അത് ഡ്രാഫ്റ്റ് ചെയ്യാം. ഉണ്ടോ? ഇത് കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്യുക, ഇതിനകത്ത് എഡിറ്റ് ചെയ്യുക, നമുക്ക് സെൻഡ് ചെയ്യാം. ഇത്ര സെക്കൻഡ് കൊണ്ട് കാര്യം നടന്നു.
അപ്പൊ നമ്മൾ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയും. ഇനി യൂസ് കേസുകൾ ഒരുപാടുണ്ട്, നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും യൂസ് കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. വരും ദിവസങ്ങളിൽ കുറച്ച് സർപ്രൈസുകളൊക്കെ ഉണ്ട്. ആര് വേണമെങ്കിലും ഞാൻ പേര് വിളിക്കണോ? റാഷിദ മാം. റാഷിദ മാം ഇതിനകത്തുണ്ട്. ഹായ് സർ, ആക്ച്വലി ഞാനിപ്പോ കേറിയുള്ളൂ. കയറിയതേ ഉള്ളൂ, ഒന്നും കേട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു റോസ്ലിൻ മാം ഉണ്ട്. റോസ്ലിൻ മാം, ഗുഡ് മോർണിംഗ്. റോസ്ലിൻ മാം. മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. യൂനുസ് സാർ, നമ്മള് സാറിന്റെ കമ്മ്യൂണിറ്റിയിലൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഇത്? യൂനുസ് സാർ പോയോ? എല്ലാവരും ഓണാക്കി വെച്ചിട്ട് മാറിക്കോളൂ. വിനോദ് ബാബു സാർ. അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ട് പോയതാണോ എന്ന് സംശയമുണ്ട്. സാർ വന്നിട്ടുണ്ട്. റൂബൽ സാറിന്റെ കമ്മ്യൂണിറ്റിയിലുള്ളതാണ് റോസ്ലിൻ ഷാജി. ഇന്നലെ വേറൊരാളുണ്ടായിരുന്നു. മാം, റോസ്ലിൻ മാം ഇന്ന് മുഴുവൻ അറ്റൻഡ് ചെയ്തോ? രാവിലെ മുതൽ കയറിയിരുന്നോ? ഓക്കെ. നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഇടാം, അത് ഒന്ന് കണ്ടോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യൂസ് കേസസ് നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ലതാമാമിന്റെ ഓഫീസില് ChatGPT അല്ലെന്നുണ്ടെങ്കിൽ AI ഉപയോഗിച്ച് വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്ററാക്റ്റീവ് മോഡിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആരും ഞാൻ നാക്കിന്റെ അക്രഡിറ്റേഷൻ വർക്ക് ഒക്കെ ചെയ്യുന്നത് ChatGPT-യിലാണ്. ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നില്ല. ശരിക്കും അവിടെ എന്താ വർക്ക് ഇല്ല മാമിന്? ഇതിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. അപ്പൊ നമുക്ക് ഓരോരോ സെക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. എനിക്കിപ്പം ടാക്സ് ഉണ്ട്, പിന്നെ എക്സ്പെൻസ്, അങ്ങനെയുള്ള ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. അക്കൗണ്ടിങ് ആണ് അല്ലേ? അതെ. പിന്നെ ഞാൻ പേഴ്സണലി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡൗട്ട് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ലെറ്റർ എഴുതണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ട് നോക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ സ്വയം ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് എക്സലിലൊക്കെ ആണെങ്കിൽ ഫോർമുല ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ നമുക്ക് എക്സലിൽ ഫോർമുല ക്രിയേറ്റ് ചെയ്യാം. ഫോർമുല ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് ഇപ്പം അതായത് നമ്മൾ ഈ VLOOKUP ഒക്കെ നോക്കിയല്ലേ, അപ്പൊ അതിന്റെയൊക്കെ അതുപോലെയുള്ള ചെറിയ ഫോർമുലാസ് ഒക്കെ ഞാനിങ്ങനെ നോക്കാറുണ്ട്. അത് ഓഫീസിനല്ല, നമുക്ക് സ്വയം പഠിക്കാൻ വേണ്ടിട്ട് മാത്രമേ നോക്കാറുണ്ട്. ശരി. നേരത്തെ ഒരാൾ സംസാരിച്ചല്ലോ, എനിക്ക് പേര് കിട്ടിയില്ല. കോഡിന്റെ പറഞ്ഞത് അതാരായിരുന്നു? ഉപയോഗിക്കുന്നുണ്ടല്ലേ?
ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ കോളേജിലെ നാക്കിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും ഞാൻ ചെയ്യുന്നത് ആക്ച്വലി ChatGPT-യിലാണ്. അപ്പൊ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടോ? പ്രസന്റേഷൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ എന്തെങ്കിലും കുറെ എക്സൽ ഷീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഈവൻ ഒരു ഫയലിൽ നിന്ന് വേറൊരു ഫയലിലേക്ക് കോപ്പി ചെയ്യുന്നത് പോലും ഞാൻ ChatGPT വെച്ചിട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഞാനിപ്പോ വേർഷൻ 4 ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അപ്ലോഡിംഗ് ഒക്കെ നടക്കുള്ളൂ. അതെല്ലാം അതെ അതെ. പിന്നെ നമ്മൾ തീസീസിനൊന്നും സമ്മതിക്കുന്നില്ലല്ലോ. തീസീസ് സബ്മിറ്റ് ചെയ്യാൻ ChatGPT പോലുള്ള ഉപയോഗിക്കാൻ പാടില്ലെന്നല്ല. ഇല്ല, അത് പ്ലാഗറിസം ഉണ്ടല്ലോ, അപ്പൊ അത് പ്രശ്നമാണ്. അങ്ങനൊരു കുഴപ്പമുണ്ട്. എന്നാലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിലെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് അതൊന്ന് റിഫ്രെയിം ചെയ്യാനൊക്കെ യൂസ് ചെയ്യും ChatGPT. അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ. നമ്മൾ കുറച്ച് ഐഡിയാസ് കൊടുക്കും, അതൊന്നും വൃത്തിയാക്കാനായിട്ട് പറയും. നമ്മൾ ഈ പ്രബന്ധമൊക്കെ തയ്യാറാക്കുമ്പോ പിന്നെ ഇത് കണ്ടുപിടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. ChatGPT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചോ എന്ന് അറിയാനായിട്ടുള്ള സംവിധാനം. അതെ അതെ, ഞങ്ങൾ ചെയ്യുമ്പോൾ പ്ലാഗറിസം ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് മറുമരുന്നും വന്നിട്ടുണ്ട്, ഹ്യൂമനൈസ് ചെയ്യാനുള്ള ടൂൾസ്. അറിയില്ലോ അല്ലെ? അറിയാം. ഹ്യൂമനൈസ് ചെയ്യാനുള്ള ഈ പറഞ്ഞ പോലെ ഒരു 500-600 പേജസ് ഉള്ള ബുക്കൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഷോർട്ട് ആക്കാനൊക്കെ പറയാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് കണ്ടൻസ് ജനറേറ്റ് ചെയ്യാനും സമ്മറി ഒക്കെ അറിയാനൊക്കെ. ഒരു യൂട്യൂബിന്റെ ലിങ്ക് കൊടുത്തിട്ട് ആ വീഡിയോ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞാൽ സമ്മറൈസ് ചെയ്ത് തരും. സമ്മറൈസ് ചെയ്ത് തരും. ഞാൻ എന്റെ യൂട്യൂബ് തംബ്നെയിൽസ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഒക്കെ ChatGPT-യിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ യൂസ് കേസസ് എന്ന് പറഞ്ഞാൽ അനന്തമാണ്. ഈ ഒറ്റ ടൂളാണ്. പക്ഷേ 10,000-കണക്കിന് ടൂൾ ഇപ്പൊ നമുക്ക് നിലവിലുണ്ട്. ChatGPT കൂടാണ്ട് ഇപ്പൊ ബാഡിന്റെ കാര്യം പറഞ്ഞു, അതായത് ജെമിനി എന്ന് പറയും. അത് കൂടാണ്ട് കോപ്പി ചെയ്യുന്ന സാർ പറയുന്നുണ്ടായിരുന്നു. അതായത് AI ടൂൾസ് ആക്ച്വലി കൗണ്ട്ലെസ് ആണ്. കുറേ ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. ഒരുപാട് ഫ്രീ ടൂൾസ് ഉണ്ട് നമുക്ക്. ഒത്തിരി ടൂൾസ് ഉണ്ട്. ഒരു ഫോട്ടോ ജനറേറ്റ്, അതായത് നമ്മൾ കീവേഡ്സ് കൊടുത്താൽ ഫോട്ടോസ് ജനറേറ്റ് ചെയ്യുന്ന ടൂൾസ് വരെ ഉണ്ട്. നമ്മൾ ഫോട്ടോ മാത്രമല്ല, ആ ഫോട്ടോയെ നമുക്ക് വേണമെങ്കിൽ വീഡിയോ ആക്കാം. അതെ അതെ, ആ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫിലിം എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോറാണ് കേട്ടിട്ടുണ്ടോ? സോറ ഷെയർ ചെയ്യാം. സോറാണ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സോറ വന്നു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഫിലിം മേഖലയൊക്കെ ആകെ പ്രശ്നമാകാൻ പോവാണ്. കാരണം ഒരു 1 ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റും പിന്നെ അതിന്റെ സ്ക്രീൻ പ്ലേയും അതിന്റെ വീഡിയോയും എല്ലാം ജനറേറ്റ് ചെയ്യാൻ പോവുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യമില്ല, മറ്റുള്ള ടെക്നീഷ്യന്മാരുടെ ആവശ്യമില്ലാതെ വരും. അതൊരു തരത്തില് ഡേഞ്ചർ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇപ്പോഴേ ഞങ്ങൾ ടീച്ചേഴ്സിനെ ഒന്നും ലാബിലൊന്നും അവർക്ക് വേണ്ട. അവർ കോഡൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് ChatGPT-യും ജെമിനി വഴിയാണ്. ഡൗട്ട്സ് ഒന്നുമില്ല. ഡൗട്ട്സ് ഒക്കെ അവർ അങ്ങനെ ക്ലിയർ ചെയ്യും. ഒരു ഡൗട്ടും ഇല്ല. കിട്ടിയില്ലെങ്കിൽ അവരപ്പൊ തന്നെ ചെയ്യും, സെർച്ച് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യും. നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടാവില്ല. ക്രിയേറ്റിവിറ്റി വളരെയധികം നഷ്ടാവും ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ അതിലേക്ക് പോയാ. പക്ഷെ നമ്മളുടെ ക്രിയേറ്റീവ് സൈഡും കൂടി അവർക്ക് കൊടുത്തിട്ട് അതിനെ നന്നാക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ചെറിയ കുട്ടികളിൽ വല്ലാണ്ട് റെക്കമെൻഡ് ചെയ്യാതിരിക്കലാണ് നല്ലത്. ഒന്നും ചെയ്യില്ല, പിന്നെ ഒരു സാധനം ചെയ്യില്ല, മടിയന്മാരായിട്ട് വരും. ഇപ്പൊ തന്നെ മടിയന്മാരാണ്. ഇപ്പൊ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് ഒക്കെ വളരെ മടിയന്മാരാണ്. ചെറിയ കുട്ടികളെ ഒരു പരിധി കഴിയണ വരെ എൻകറേജ് ചെയ്യണ്ട. ChatGPT ആണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. വേർഡിങ്സ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക്. നമ്മള് ഉപയോഗിക്കാത്ത വേറെ വേർഡുകളായിരിക്കും ഭയങ്കര ഫോർമാറ്റ് ഉണ്ട്, അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് പെട്ടെന്ന് അറിയാൻ പറ്റും. അതെ അതെ, നമ്മൾ എന്നിട്ട് അത് മാറ്റിയാൽ മതി.
നമ്മൾ മാറ്റണ്ട, അതിന് ടൂളുണ്ട്, ഹ്യൂമനൈസ് ചെയ്യുന്ന അതെ, ടൂളുണ്ട്. അതിൽ തന്നെ നമ്മളൊന്ന് മാറ്റ അതായത് ഒന്ന് കൃത്യമായ കീവേഡ്സ് ആണ് സത്യത്തിൽ ഇതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ്ലിങ്ങിന് സഹായിക്കുന്നത്. അതെ അതെ നമ്മൾ നല്ല കീവേഡ്സ് എങ്ങനെയാണ് അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെയാണ്. ഇതിപ്പോ ഈ ടൂൾ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മളുടെ കീവേഡ് കുറച്ചും കൂടി റിഫൈൻഡ് ആയിരിക്കണം. അതെ, പ്രോംപ്റ്റിംഗ് നന്നായിട്ട് അതെ പ്രോംപ്റ്റ് ആണ് അതെ. ശരിക്കും നമുക്ക് എഴുതാൻ പഠിക്കേണ്ടത്. അതെ 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 അതൊക്കെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്, 1000 പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് പ്രോംപ്റ്റ്. നമുക്ക് ഇ ബുക്ക് ഒക്കെ കിട്ടും. നമുക്ക് ഇപ്പൊ അത്യാവശ്യം ബേസിക് നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. പ്രോംപ്റ്റിംഗിന്റെ ബേസിക് നമുക്ക് എടുക്കാം പിന്നീട്. വേറെ ആർക്കും ഒന്നും സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇന്നൂടെ ഉണ്ട് മറ്റേ ട്രെയിനിങ്, ഇന്നൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഒന്ന് ആരെങ്കിലും ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. നരസിംഹൻ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. സോ എല്ലാവരും സ്ട്രേഞ്ചർ സീക്രട്ട് കേൾക്കുക. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗോൾസ് സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. സോ ബുക്ക് വായിക്കുക, 5 pages ബുക്ക് വായിക്കുക. ഇന്നിപ്പോ സാറ് പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ChatGPT എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അതിൽ എഫിഷ്യന്റ് ആവുള്ളൂ. എത്ര പറഞ്ഞു തന്നാലും നമ്മൾ ചെയ്യുമ്പോഴാണ് അത് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ലേണിംഗ് കൊണ്ട് മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പഠിക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു ടൂളാണ്, നിങ്ങളുടെ ഒരുപാട് ടൈം സേവ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പൊ താങ്ക് യു വിനോദ് സർ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സാർ. Thank you, sir. Thank you. Damn.